കണ്ണെഴുതി പൊട്ടും തൊട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഇത് രാവിലെ ഒന്നും അല്ല കേട്ടോ, ഉച്ച സമയമായി. പെട്ടെന്നൊരു പ്ലാനിങ് ആയിരുന്നു ഏടുപിടി എന്നുള്ളത്. അമ്മയെ രാവിലെ വിളിച്ചപ്പം നമുക്കൊന്ന് കുടുംബക്ഷേത്രത്തിന് വരെ പോയാലെന്താന്ന്. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-11 മണിയായേ. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരുക്കമായി നടക്കുന്നത്. ഞാൻ ഇറങ്ങിയത് ഒരു 2 മണിയൊക്കെ ആയേ. അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കാമെന്ന് അമ്മ പറഞ്ഞു. അത് കാരണം ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് അതാ വീട്ടിൽ നിന്നാണ്. പച്ചയും ചുവപ്പുമായിരുന്നു സാരി. അപ്പോൾ എൻ്റെ കയ്യിൽ കുപ്പിയോള പച്ചയും ചുവപ്പും ഉണ്ടായിരുന്നു. അതിട്ട് എനിക്ക് കുപ്പിയോള ഇഷ്ടമാണ്, പക്ഷേ ഇടുക കുറവാണ്. അപ്പം റെഡിയായി കഴിഞ്ഞ് ഉള്ള നോട്ടങ്ങളൊക്കെ നടക്കുന്നത്. കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറ തെക്കും ഭാഗമാണ് കേട്ടോ. അപ്പം ഞാനും മീനാക്ഷിയും പോണ്ടിച്ചേരിയിലേക്ക് പോകും മുന്നേ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നാഗ്രഹം. എന്തായാലും ഒരുവിധം ഒരുങ്ങിക്കഴിഞ്ഞു. ഇത് ഉച്ചയ്ക്ക് യാത്ര വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് തൊഴാലോ അമ്പലത്തിൽ ചെന്ന്. 5-5:30 ആകുമ്പോൾ അമ്പലത്തിലെത്തും. ഇതൊക്കെയായിരുന്നു പ്ലാന്. എന്തായാലും ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിപ്പോൾ ആവണീശ്വരത്താണ് ഞാൻ. ഇനി അമ്മയെ പോയി പട്ടാഴി പോയി പിക്ക് ചെയ്യണം. എന്തായാലും പട്ടാഴിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ മാമ്പഴ പുളിശ്ശേരി, തോരൻ, പയറ് തോരന്, കോവയ്ക്ക മെഴുക്കുവരട്ടി, പുളിയും മുളകും ഉടച്ചത്, പിന്നെ ഒന്നും വേണ്ട, മാങ്ങാച്ചാർ. എന്ത് സുഖമായിരുന്നൊക്കെ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറികളായിരുന്നു. ഇപ്പോഴും പറയുമ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴും എൻ്റെ വായിൽ വെള്ളം നിറയാണ്. എനിക്ക് അമ്മ ഉടയ്ക്കുന്ന പുളിയും മുളകും ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ഞാനും ദേവനും ആഹാരം കഴിക്കാതിരിക്കുമ്പം അമ്മ രാത്രിയിൽ ഒരു പുളിയും മുളകും ഉടയ്ക്കും. അതിനുശേഷം ഞങ്ങൾ കഴിക്കും. ആ കാലമൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. മീനാക്ഷി ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഏതാണ്ട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ പോയത് എൻ്റെ അമ്മൂമ്മയാണ്, അച്ഛൻ്റെ അമ്മ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം എനിക്ക് ഒരാളെ വിളിക്കണം എന്ന് തോന്നി. അവിടെ നിന്ന് ഞാൻ ആവുന്നതും വിളിച്ചു നോക്കി, എവിടാ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പം അമ്മയൊക്കെ പറഞ്ഞു കുളിപ്പിച്ചിട്ട് അവനെ മുകളിൽ നിർത്തിയേക്കാണെന്ന്. അർജുൻ. ഞാൻ കുറേ വിളിച്ചു നോക്കി, എവിടെയും കാണുന്നില്ല, പുറത്തോട്ട് ഇറങ്ങുന്ന കൂടിയില്ല. എന്താ എൻ്റെ വിളി കേൾക്കാത്തതെന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും വിളിച്ചു നോക്കി. പക്ഷേ അതിൻ്റെ മെയിൻ ആൾ വന്നപ്പോഴാണ് അവനൊന്ന് ഇറങ്ങിയത്. വന്ന് മീനാക്ഷി വിളിച്ചപ്പോൾ അർജുൻ നോക്കുന്നു. പിന്നെ ഇത് ഞാൻ എന്നിട്ട് എന്തൊക്കെയോ ചെടികളാണ്. ഇതിനകത്ത് ഗപ്പിയുണ്ട്. ഇവിടാണ് ഇത്തൊരു ദൂരെ ഗപ്പി വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടിട്ട് ഗപ്പി എല്ലാം ചത്തുപോവുകയും ചെയ്തു. ഇനി ചവറത്തെക്കും ഭാഗത്തേക്ക് പോകും. ഇതാണ് ക്ഷേത്രം. എനിക്കിവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനെ നമ്മുടെ ഒരു വീട്ടിൽ ചെല്ലുന്ന ഫീലായിരുന്നു തോന്നിയത്. എന്തോ അറിയില്ല, എല്ലാവരും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം എല്ലാവരും പറയാറുണ്ട് നമ്മൾ ആദ്യം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകാനായിട്ട്. എൻ്റെ മീനാക്ഷിയുടെ അമ്മയുടെയൊക്കെ അപ്പോൾ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് ചവറത്തെക്കും ഭാഗമാണ്. നല്ല രസമുണ്ടായിരുന്നു ഈവനിങ് ആ വ്യൂ കാണാനൊക്കെ. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അടയൊക്കെ കിട്ടും. ഇവിടെ ദുർഗയും ഭദ്രകാളിയുമാണ് ഉള്ളത്. നല്ല രസമാണ് ടെമ്പിൾ. അതിനുശേഷം മീനാക്ഷിക്ക് ഒരു ചായ, അമ്മയ്ക്കൊരു ചായ. അമ്മ പിന്നെ ഫ്രൂട്ട് ബേന്ന് ഞങ്ങൾക്ക് ഫലൂഡയും സൺഡേയും വാങ്ങിത്തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ മധുരം കൂടുതൽ കഴിക്കുന്ന ആളാണ്. പിന്നെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അപ്പം ചാത്തന്നൂർ ക്ഷേത്രത്തിലും കയറി. പഴയ ചില ഓർമ്മകൾ ഞങ്ങൾക്കും ഇവിടെ ഉണ്ട്, അതൊക്കെ വഴിയേ പറയാം. പിന്നെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരുന്നു. പിന്നെ അമ്മയുടെ വീട്ടിലും പോയിരുന്നു. ഇവിടെ പിന്നെ കളിക്കാനുള്ള എല്ലാം